ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പം ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ്. ഇന്ന് വൃശ്ചികം വന്നല്ലേ, അപ്പോൾ ഇവിടെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് രാവിലെ. ഇത് ആ കോലമൊക്കെ വരച്ചേക്കുന്നുണ്ട്. ഇവിടെ ഒരു ആൻറ്റി വരാറുണ്ട് തൂക്കാനൊക്കെ. അവർ ഇടുന്നതാണ് ഈ കോലമൊക്കെ വരയ്ക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ കോലം വരയ്ക്കലൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ മിക്ക വീടുകളിലും അത് കാണുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. ഇന്ന് അയ്യപ്പന്മാരുടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയൊക്കെ ഇടുന്നവർ, അങ്ങോട്ട് പോകാൻ വരുന്നവർ എല്ലാം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇത് അമ്പലത്തിൽ തന്നെയുള്ള 2 പശുക്കളാണ്. ഇവിടെ വളർത്തുന്നതാണ്. അതുവരെ നമുക്ക് ഫുഡോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഒരു സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇങ്ങനെ കാശ് കൊടുത്തിട്ട് വേണം അവർക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ കൊടുക്കാനായിട്ട്, അങ്ങനെ ഒരു ഇത് ഞാൻ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. ഇന്ന് പിന്നെ അങ്ങനൊന്നും കണ്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് തൊഴുത് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ഇതൊക്കെ. അതെല്ലാം ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഞങ്ങൾക്ക് കുറച്ച് തുണി എനിക്ക് വിരിച്ചിടാനുണ്ടായിരുന്നു. അതും കൊണ്ട് ഞാൻ മുകളിൽ പോയി. അങ്ങനെ അതെല്ലാം വിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ. ഇത് ഏറ്റവും ടോപ്പിലുള്ള ഒരു റൂമിലെ അവിടെ ഉള്ള ഒരു ബാൽക്കണിയാണിത്. നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല ചെടിയൊക്കെ ആയിട്ട്. ഇവിടെ പിന്നെ റോസ ഇഷ്ടം പോലെ കിളിക്കും. നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് റോസാപ്പൂ നല്ല രീതിയിലുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നതൊക്കെ കാണുന്നത് വളരെ കുറവാണ്. പുറത്തുനിന്നൊക്കെ മേടിച്ച് വെക്കുന്ന റോസ. ഇവിടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നതാണ്. പിന്നെ ഞാനത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഗോതമ്പ് പൊടി തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കടയിലോട്ട് വന്ന് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയിന്ന്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയുമായിരുന്നു. സാധാരണ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ റൂമിൻ്റെ നെയ്ബർ, അപ്പുറത്തുള്ളൊരു കുട്ടി, എനിക്ക് ഇച്ചിരി പഡ്ഡു കൊണ്ട് തന്നെ, നമ്മുടെ പണിയാരോ എന്നൊക്കെ പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവളത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കൊണ്ട് തന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ആണെങ്കിൽ കറണ്ടില്ല. രാവിലെ തൊട്ട് കറണ്ട് പോയിക്കുക. കറണ്ടില്ലാത്ത കാരണം മോട്ടർ അടിക്കാൻ നോക്കത്തില്ല. അപ്പം വെള്ളവും തീർന്നു. അപ്പം കറണ്ടും ഇല്ല, വെള്ളവും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഫോണ് ഒരെണ്ണം സ്വിച്ച് ഓഫ് ആയായിരുന്നു. അപ്പം എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആകുന്ന പരുവത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റും ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ലാതെ. ഉച്ചക്കത്തെ ഉറക്കം അങ്ങനെ ഉറങ്ങാറില്ല. വല്ലപ്പോഴും ഒക്കെ എങ്ങാണോ ഒന്ന് കിടന്നുറങ്ങിയെങ്കിലേ ഉള്ളൂ. ഞാനത് കുറച്ചതാണ് ഉച്ചക്കത്തെ ഉറക്കം. നേരത്തെ ഒക്കെ ഉറങ്ങുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ടും കുറച്ച് കൊണ്ടുവരുവാണ്. ഉറങ്ങാതിരിക്കാൻ ഉച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ, അപ്പം ഇത്രയേ ഉള്ളൂ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചിരി ലേറ്റായി പോയായിരുന്നു അതൊക്കെ ഉണ്ടാക്കി എടുത്ത് വരാൻ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെടുത്തു കൊണ്ടുവച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി ചായ കുടിക്കാൻ. ബെസ്റ്റ് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരാൾ അപ്പം കണ്ടോ, ഇവിടെ ഒരാൾ പഠിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെയാണ് ഈ സൗണ്ടും ഒക്കെ കേൾക്കുന്നത്. വേറൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും. ഇച്ചിരി ലേറ്റായപ്പോൾ കറണ്ടൊക്കെ വന്നപ്പോഴത്തേക്കിനിടാ. പിന്നാണെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ഐബ്രോസൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി. ഇച്ചിരി ലേറ്റ്. ഉഴുന്നുവടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഈ വട നമ്മുടെ നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്ന വട എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടാക്കാൻ. എനിക്കൊന്നുകൂടെ എളുപ്പം ഇങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ച് ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റൊക്കെ നമ്മുടെ മറ്റേ നോർമൽ തന്നെയാണ്. അല്ലാണ്ട് പിന്നെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല. അപ്പം നോർമലി നമ്മളല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഉഴുന്നുവടയുടെ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു തുളയിടാൻ എനിക്കറിയത്തില്ല.
അതാണ് ഞാനിങ്ങനെ സ്പൂണിലൊക്കെ കോരി വെച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ടാറ്റാ.